ഒരു ബീഫ് ഉലത്തിയതും ഫിഷ് ഫ്രൈ. അല്ല, ഇതാരാ? ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റോ? കൊടുകൈ. ആ തന്നെ തന്നെ. അതെ, ഇതൊരു നിസാര പദവിയൊന്നും അല്ല. ഞങ്ങൾക്കൊരു സ്വയം ചെലവ് ചെയ്യണം. ചെലവ് ചെയ്യാടോ. നിങ്ങളൊരു കാര്യം ചെയ്യും, 9 മണിക്ക് റെസ്റ്റോറൻറ്റ് അടച്ചിട്ട് നമുക്ക് ഇവിടെ കൂടാം. ആ ഓർഡർ പെട്ടെന്നാവട്ടെ. സിജുവേ, സായിപ്പിന് നാളെ ടോൾ ടിപ്പോ ഉള്ളതാ. എരിവ് പൊടിക്ക് മതി കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാം. ശങ്കര, കത്തിയിട് മകനെ. കത്തി എപ്പോഴും റെഡി. Wait a minute, man. You got some curry for us, huh, guys? You got some curry, huh? Hey! What are you doing? What the fuck do you think you're doing? Get out! Get the fuck out! Get out! Fucking stay out! Gonna spray more on you, love, and you frost fresh. Fresh. അതെപ്പടി അപ്പാവെ பார்த்து தானே மக்கள் പഠിക്കും. ഇതെല്ലാം കഴുകി എന്നോട് ജീവിതം തീരും. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ധോബിയായിരുന്നു നിனைக்கிறேன். എന്നാ ഇട്ടൊടുപ്പും ഇല്ലാത്തതും മാറ്റി போடுங்கன்னு சொன்னா கேட்காது. ஸ்மெல் பண்ணி பார்த்தா தெரியாதா அப்படின்னு கேட்பான். ஸ்மெல் பண்ணி பார்க்கிறதுக்கு நான் என்ன போலீஸ் நாயிங்க? What is it, Mum? Chocolate? Mum, give it back. നീ ഉടെ റൂമിൽ പോയിക്കോ. കുളവെത്ര കണ്ടതാ. നമ്മളോടാ ഒരു എലക്ഷൻ. അതല്ലേ ഞാൻ ചാടിക്കേറി വീക്ക് ഡേയിൽ ഇലക്ഷൻ വെച്ചത്. ഇവന്മാരെ ഗ്യാങ്സ് മുഴുവൻ ജോലിക്കാരാ. എന്റെ പൊന്ന് പൗലോസ് ചേട്ടാ, നമുക്ക് ഇലക്ഷൻ സൈഡാക്കാം. നമുക്കിതൊന്ന് കൊഴിപ്പിക്കണ്ടേ? ഒരു പാട്ടായാലോ? ആരാ ഇവിടെ പാടാൻ എടുക്കാൻ? അതിനല്ലേ നമ്മുടെ ശങ്കറിന് ഇവിടെ ഉള്ളത്. യവനാള് പുലിയാ. അതെയോ? നീ വാടോ. ഞാനില്ലേ? വാടോ. ഒന്നുമില്ലെങ്കിലും നല്ലൊരു ദിവസമല്ലേ. തൻ്റെ ആ കൂത്തിന്റെ പാട്ടെടുത്ത് അങ്ങോട്ട് കാച്ചിടോ. കൂത്തല്ല, കഥകളി. ഓ, എന്നതാണെങ്കിലും അത് താനൊന്ന് പാടിയ. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ. മതി നിർത്ത്. എന്താണോ ഇത്? താരാട്ട് പാട്ടോ? മനുഷ്യന്റെ ഉറക്കിക്കളയുമല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പാടാം. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. അമ്മായി പൊന്നമ്മായി, മരുമോനെ കുഞ്ഞമ്മായി, കച്ചവടം പൊട്ടിയപ്പോ ഒട്ടായി പോയി. നീ ഇവിടെ വന്നിക്കുക. എടാ, അവിടെ എല്ലാരും നിന്നെ തിരക്കുന്നു. എടാ, വല്ലപ്പോഴേ നമ്മുടെ മുതലാളി ഇതുപോലെ ഒരു കുപ്പി പൊട്ടിക്കുള്ളൂ. അന്നേരം നമ്മളെ മാക്സിമം അകത്താക്കണ്ടേ. വാ. ഞാനില്ല. വാടാ, നീ വാ. ശങ്കര, വാ. നമ്മുടെ അസോസിയേഷൻ്റെ ഇക്കൊല്ലത്തെ ആദ്യത്തെ പരിപാടി ക്രിസ്മസ് ആഘോഷമാണ്. ക്രിസ്മസ് അപ്പൂപ്പനും കുട്ടികളും ഹോളിൻ്റെ പുറത്ത് വെച്ച് ഘോഷയാത്ര നടത്താറുണ്ട്. സാന്ത ഹോളിനുള്ളിലേക്ക് ആനയിച്ച് കയറ്റുമ്പോൾ കഥകളി സാധനവും ചെണ്ടയും. കഥകളി ഇവിടെ ഉള്ളപ്പോൾ ഇരിക്കട്ട് സാമ്പിളിന് നമ്മുടെ വക തൻ്റെ കയ്യിലെ അതിന് വേണ്ടുള്ള ഉടുപ്പും കോപ്പൊക്കെ ഇല്ലയോ? അതെ, ഇത്തരം പേക്കൂത്തുകൾക്കൊന്നും എന്നെ കിട്ടില്ല. 8 വർഷം കാലിലെ ചോര പൊടിഞ്ഞ് പഠിച്ച കലയെ അതിങ്ങനെ വിഡ്ഢിവേഷം കെട്ടി നിൽക്കാനുള്ളതൊന്നുമല്ല. പിന്നെ
ഇത്തരം കലകളിൽ നിന്ന് അംഗീകരിച്ചില്ലെങ്കിലും ഇതുപോലെ റോട്ടിലിട്ട് അധിക്ഷേപിക്കാതിരിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവും. സിജോട്ടെ ഞാൻ ഇറങ്ങാം, ഇവിടെ വരണമെങ്കിൽ വാ. ശങ്കര എന്താണ് ഇത്? അതെ, ഒന്ന് നിൽക്ക്. തണുപ്പത്ത് ഒരു നൂല് പോലത്തെ സെറ്റർ ഇട്ട് വന്ന് കയറിയപ്പോ അന്ന് എനിക്കൊരാളിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും തന്നെയാണ് ഇവിടെ നിർത്തിയത്. ഒരു സ്നേഹം തോന്നിയത് കൊണ്ടാ. ആ സ്നേഹം തിരിച്ചില്ലെങ്കിൽ പിന്നെ താൻ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. തൻ്റെ താമസമേ എൻ്റെ ഔദാര്യമാണെന്ന് ഓർത്തോളണം. വിട്ടുകളാശാനെ, അവൻ എന്തൊക്കെയോ. അല്ല, വാശി അവന് മാത്രം പോരല്ലോ. നാളെ ഇറങ്ങിക്കൊള്ളണം റൂമിൽ നിന്ന്. ആ കാശ് വല്ലതും ബാലൻസ് ഉണ്ടെങ്കിലേ ഞാൻ സുജുവിൻ്റെ കൊടുത്ത് വിടും. ആ നീ എടുത്തിയാടി എങ്ങോട്ടായി പോണത്? പൗലോച്ചോനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അവിടെ നിക്കടാ. തുള്ളിച്ചാടി പോണ കൊള്ളാം, പല പോലീസിന്റെ കണ്ണിപ്പെട്ടേക്കരുത്.